സർക്കാരിൻ്റെയും പാർട്ടിയുടെയും മൂക്കിൻ്റെ അറ്റത്തുള്ള ഒരു കലാലയം. ആ കലാലയത്തിലാണ് വീണ്ടും ഇടിമുറി ആരോപണം ഉയരുന്നത്. അതും പാർട്ടിക്കാരനായ ഒരു വിദ്യാർത്ഥിയാണ് തല്ലിച്ചതയ്ക്കുന്നത്. അതിലാരൊക്കെയാണ് പ്രതികൾ? പാർട്ടിയോട് ഇക്കാര്യങ്ങൾ പറഞ്ഞതായി തന്നെ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറയുന്നുണ്ട്. പാർട്ടി ഗൗരവത്തോടെ എടുത്തോ? പോലീസ് ഇതിനെ ഗൗരവത്തോടെ എടുത്ത് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നടത്തുന്നുണ്ടോ? സ്റ്റെഫിൻ, ഇപ്പോഴേതെല്ലാം അന്വേഷണം നടത്തുന്നുണ്ടോ എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അവർ ഒളിവിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം മുൻപൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ യൂണിവേഴ്സിറ്റി കോളേജുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷം കത്തിക്കുത്തിലേക്കൊക്കെ എത്തിയതും അതിനുശേഷം അവിടെ പോലീസിൻ്റെ പരിശോധനയിൽ വലിയ മാരകായുധങ്ങളും മദ്യക്കുപ്പികളുമൊക്കെ അവിടുത്തെ യൂണിയൻ്റെ ആ മുറിയിൽ കണ്ടെത്തിയതും അതിനെ തുടർന്ന് ആ മുറിയൊക്കെ ഒഴിപ്പിച്ചതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടതാണ്. എങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടായി കർശന നടപടികളൊക്കെ കോളേജും അതോടൊപ്പം തന്നെ സർക്കാരും പോലീസുമൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും SFIയുടെ ഒരു തേർവാഴ്ച യൂണിവേഴ്സിറ്റി കോളേജിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ SFI പ്രവർത്തകനായ വിദ്യാർത്ഥിയുടെ തന്നെ മൊഴി. അതിക്രൂരമായിട്ടായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റത് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ ദൃശ്യങ്ങളിലും അത്തരത്തിലുള്ള ഭീഷണിയും വളരെയധികം അദ്ദേഹത്തിനെ വളഞ്ഞിട്ടുകൊണ്ട് വിചാരണ നടത്തുന്നതുമൊക്കെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇത് ഒരു കലാലയത്തിൻ്റെ അകത്താണ് ഇത്തരം സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് എന്നതാണ് ഈ ഒരു പ്രശ്നത്തെ അതീവ ഗൗരവമായി തന്നെ കാണേണ്ടത്. ഒപ്പം തന്നെ ഇപ്പോഴും മറ്റ് സംഘടനകൾക്ക് പൂർണ്ണമായി അവിടെ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ എന്ന കാര്യത്തിലും അതും ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകാറുണ്ട്. കുറച്ചു നാൾ മുമ്പും ഈ യൂണിവേഴ്സിറ്റി കോളേജിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട KSUവും SFIയും തമ്മിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായി ഇപ്പോഴും പൂർണ്ണമായി വിവരങ്ങൾ നൽകിയത്.